എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുന്നു? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? മിസ്സിന് സുഖാട്ടോ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏതാണ് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ, ബേസിക് സയൻസിലെ. അപ്പം നമ്മൾ ചാപ്റ്ററിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് നോക്കാം അല്ലേ. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ചാപ്റ്ററിൻ്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടായിരുന്നോ? എന്താണ്? ദ ചെയിൻ ഓഫ് ലൈഫ് ആണല്ലേ. എന്തായിരുന്നടാ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? മിസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഓടിപ്പോയത് സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞേ, മറന്നു പോലെ കേട്ടോടാ. ദ ചെയിൻ ഓഫ് ലൈഫ് ആണല്ലേ. അപ്പം നമ്മുടെ ആദ്യ ഭാഗത്ത് കുറേ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുമക്കൾ പഠിച്ചിട്ടില്ലേ? എന്തൊക്കെയായിരുന്നു? എല്ലാ ജീവികളും പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. എൻ്റെ കുഞ്ഞുമക്കൾ അതൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യത്തെ ഭാഗം നന്നായിട്ട് പഠിക്കണം കേട്ടോ, നല്ലപോലെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ EVS കുറേ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു, പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ടെസ്റ്റാണ് കേട്ടോ EVS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ നെക്സ്റ്റ് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. അപ്പം നോക്കാം കേട്ടോ. അപ്പോൾ വായിച്ചാടാ. ഫസ്റ്റ് വൺ എന്താണ്? ഫോർ സർവൈവൽ ആണ്. ഫോർ എന്താണ്? സർവൈവൽ ആണ് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ നോക്കൂ. എടാ ഈ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? എൻ്റെ കുഞ്ഞുമക്കൾ പറഞ്ഞേ. ടൊർട്ടോയ്സ് ഉണ്ട് അല്ലേ. അതാ അവിടെ ടൊർട്ടോയ്സ് ഉണ്ട്, ഡെക്ക് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, പിന്നെ ആരാണ്? ഫിഷ്, ക്രാബ്, പിന്നെ ക്രെയിന്, പിന്നെ നമ്മുടെ കുറച്ച് സൈഡിലായിട്ട് ആരിരിപ്പുണ്ട്? നമ്മുടെ ഗ്രാസ് ഷോപ്പറൊക്കെ ഇരിപ്പുണ്ട് അല്ലേ. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂള്? നിങ്ങൾ ഈ പൂളില് ഒരു ഫിഷിനെ കാണുന്നുണ്ടോ? ഫിഷിനെ കാണുന്നുണ്ടോടാ? ഉണ്ടല്ലേ. വാട്ട് കോമ്പോണന്റ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? അപ്പൊ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഫിഷിന് ഇവിടെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്? ഒന്ന് പറഞ്ഞേടാ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞേ. ഫസ്റ്റ് വണ് സൺലൈറ്റ് ആണല്ലേ. ഫസ്റ്റ് വൺ അവിടെ എന്താ ഉള്ളത്? സൺലൈറ്റ്. എന്താണ് സൺലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സൂര്യന്റെ പ്രകാശമാണല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അടുത്തേതാണ്? അക്വാട്ടിക് പ്ലാന്റ്സ്. എന്താണ് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്മുടെ വെള്ളത്തിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സസ്യങ്ങൾ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അവർക്ക് അവിടെ ജീവിക്കാൻ എന്ത് വേണം? വാട്ടർ വേണ്ടടാ. എന്ത് വേണം? വാട്ടർ വേണം അല്ലേ. വേറെന്ത് വേണം? വാട്ടർ വേണല്ലേ. വാട്ടർ വേണം. നെക്സ്റ്റ് അടുത്ത് നോക്കാവേ. ഡു നോട്ട് യു തിങ്ക് അതർ ഓർഗാനിസം ഇൻ ദ പോണ്ട് ഓൾസോ നീഡ് ദിസ് കോമ്പൗണ്ട്സ് ടു സർവൈവ്? കാറ്റഗറീസ് ആൻഡ് ലിസ്റ്റ് ദ കോമ്പോണന്റ് ഓഫ് പോണ്ട്. അപ്പൊ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ കുളവും അതേപോലെ ഇവിടെ ഒരു പോണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ കുളത്തിൽ മറ്റു ഒരുപാട് ജീവികളെ നിങ്ങൾ കണ്ടു അല്ലേ. അപ്പൊ ഇവർക്ക് ജീവിക്കാനും പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല്, രണ്ടായിട്ട് കാറ്റഗറി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എത്രയായിട്ട് കാറ്റഗറി ചെയ്യാനാണ്? രണ്ടായിട്ട്. അപ്പം എന്തൊക്കെയാണ് ഈ കുളത്തിലെ ഏതൊക്കെയാണ്? രണ്ടായിട്ട് കുളത്തിലെ ഘടകങ്ങളെ രണ്ടായിട്ട് വേർതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുളത്തിലെ ഘടകങ്ങൾ അല്ലെങ്കിൽ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലിവിങ് തിങ്സ് വെച്ചാൽ ജീവനുള്ളവ. നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ജീവനില്ലാത്തവയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജീവനുള്ളവ ആരാടാ? ഫ്രോഗ് ഉണ്ട് കേട്ടോ. ജീവനുള്ളവ ആരുണ്ട്? ഫ്രോഗ് ഉണ്ട്. പിന്നെന്താടാ? പ്ലാന്റ് ഉണ്ട്. വേറെ എന്താടാ ഉള്ളത്? എൻ്റെ കുഞ്ഞുമക്കളൊന്ന് പറഞ്ഞേ. ഫ്രോഗ്, പ്ലാന്റ്, പിന്നെ ഏതാടാ? ക്രാബ് ഉണ്ട് അല്ലേ. ക്രാബ് ഉണ്ട്. പിന്നെ ആരാണ്? ക്രെയിൻ ഉണ്ട് കേട്ടോ. പിന്നെ ആരാ ഉള്ളത്? ക്രെയിൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആരാടാ? ഫിഷ് ഉണ്ട് അല്ലേ. ഫിഷ് ഉണ്ട്. ബാക്കി എൻ്റെ കുഞ്ഞുമക്കൾ നോക്കി എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോൺ ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവനില്ലാത്തവ അല്ലെങ്കിൽ വളരാത്തവ എന്നാണ് കേട്ടോ. ഇവിടെ വളരാത്തവ ഏതൊക്കെയാടാ? വാട്ടർ വളരുമോ? ഇല്ല അല്ലേ. വാട്ടർ ഉണ്ട്. വേറെന്താടാ ഉള്ളത്? എയർ ഉണ്ട് അല്ലേ. വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. നെക്സ്റ്റ് വേറെ എന്തൊക്കെയാണുള്ളത്? വാട്ടർ ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ. ദെൻ വേറെ എന്താ ഉള്ളത്? സ്റ്റോൺ ഉണ്ട് അല്ലേ. എന്താണ് സ്റ്റോൺ? മീൻസ് എന്താണ്? കല്ലാണ് കേട്ടോ. സ്റ്റോണിന്റെ സ്പെല്ലിംഗ് ഒന്ന് എൻ്റെ കുഞ്ഞുമക്കളൊന്ന് വായിച്ചേ. STONE എന്നാണ് കേട്ടോ സ്റ്റോണിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കി വെക്കണം കേട്ടോ. സ്റ്റോൺ ഉണ്ട് അല്ലേ. പിന്നെന്താ ഉള്ളത്?
വേറെ എന്തെങ്കിലും ഉണ്ടോ? സോയിൽ ഉണ്ട് അല്ലേ. സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? മണ്ണാണ് കേട്ടോ. സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? മണ്ണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്നാലും മിസ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോമ്പൗണ്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ആണ് കേട്ടോ. എന്താണ് ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ജീവനുള്ളവ എന്നും നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ജീവനില്ലാത്തവ അല്ലെങ്കിൽ വളരാത്തവ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്തിലേക്ക് പോവാണ് മിസ്സേ. അടുത്തത് ദ ഹാബിറ്ററ്റ് ആണ് കേട്ടോ. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ദ ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്നത് ആവാസം എന്ന് പറയും കേട്ടോ. എന്താ പറയുന്നത്? ആവാസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആവാസം എന്ന് കേട്ടിട്ടുണ്ടോടാ? ആവാസം എന്ന് കേട്ടിട്ടുണ്ടോ? ആവാസമാണ് കേട്ടോ. മിസ് ഇവിടെ എഴുതാവേ. ആവാസമാണേ. ആവാസമാണ് കേട്ടോ. ആവാസം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി വെച്ചാൽ മതി കേട്ടോ. എ പാഡി ഫീൽഡ് ഈസ് ആൻ എൻവയോൺമെന്റൽ ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കോമ്പോണന്റ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസം അപ്പാർട്ട് ഫ്രം ഫിഷ് ഈസ് ഓൾസോ ഹാബിറ്റഡ് ടു മെനി അതർ ക്രിയേച്ചർ. എടാ നമ്മളൊരു പാടി എടുക്കുക. എന്താ മക്കളെ പാടി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വയലാണ് അല്ലേ. പാടി എന്ന് വെച്ചാൽ എന്താണ്? വയലാണ്. ഈ വയലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേടാ? ഒരുപാട് ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ കഴിയില്ലേ? അപ്പോൾ ഒരുപാട് ജീവികൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്? നമ്മുടെ വയലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഫിഷ് മാത്രമാണോ വയലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്? അല്ല, ഒരുപാട് ജീവികൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്? നമ്മുടെ വയലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഇവർ എന്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരുടെ എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു നിലനിൽപ്പ് എവിടെയാണോ നിലനിൽക്കുന്നത് ആ ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആർ ദെയർ എനി അതർ ഹാബിറ്ററ്റ് ലൈക്ക് എറൗണ്ട് ഇതുപോലെ മറ്റെന്തെല്ലാം നമ്മുടെ ചുറ്റുപാടും ഉണ്ടടാ? ഫോറസ്റ്റ് ഒരു ഹാബിറ്ററ്റ് ആണ് അല്ലേ. ഒരു ആവാസമാണ് അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ത് കൊടുത്തിട്ടുണ്ട്? ഗാർഡൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്ത് രസാ നോക്കിക്കേടാ. ഒന്ന് നോക്കിക്കേ ഈ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? ട്രീ ഉണ്ട്. പല പല കളേഴ്സ് ഉണ്ട് അല്ലേ. മെനി കളേഴ്സ് അല്ലേ. മെനി കളേഴ്സ് എന്താണ്? ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. പല പല കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്. ദെൻ വേറെ എന്താണുള്ളത്? ബട്ടർഫ്ലൈ അല്ലേ. നോക്കിക്കേടാ ഈ ബട്ടർഫ്ലൈനൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. എന്ത് രസമല്ലേ ഇതിനെ കാണാൻ. ഏതൊക്കെ കളേഴ്സ് ഉണ്ട് എന്നിട്ട് കുഞ്ഞുമക്കളെന്ന് പറഞ്ഞ്? ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്. എന്ത് ഭംഗിയാ അല്ലേ. അടിപൊളി. അത് നോക്കിക്കേ കുറച്ച് ഇപ്പുറത്തായിട്ട് ആര് ഇരിപ്പുണ്ട്? നമ്മുടെ ഒരു ഗ്രാസ് ഷോപ്പറും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കാം അല്ലേ എന്താ പറയുന്നതെന്ന്. The biodiversity garden is a habitat to many creatures. Which are they? അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എന്ന് പറയുന്നത് ഒരുപാട് ജീവികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിയാണല്ലോടാ. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തായാലും അമ്മമാർ എന്തുണ്ടാക്കിയിട്ടുണ്ടാവും? ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ നേരം കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗാർഡനിൽ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് അവിടെ ഏതൊക്കെ ജീവികൾ ജീവിക്കുന്നുണ്ട് എന്ന് നോക്കണം കേട്ടോ. വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ പ്രസൻസ് ഓഫ് ദ വേരിയസ് ഓർഗാനിസം ഫൗണ്ട് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേടാ പൂമ്പാറ്റി ഉണ്ട് അല്ലേ, നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ട്, ഗ്രാസ് ഷോപ്പർ ഉണ്ട്, അങ്ങനെ പലരും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ വളരാൻ വേണ്ടി ഇവർക്കൊരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ ഇവരെ അവിടെ വളർത്താൻ വേണ്ടിയുള്ള എന്തൊക്കെയോ കണ്ടീഷൻസ് അവിടെ ഉണ്ടാവില്ലോ. അതുകൊണ്ടല്ലേ അവരവിടെ ജീവിച്ചു പോകുന്നത് അല്ലേ. ശരിയല്ലേ. ഇപ്പോൾ ഒരു പൂമ്പാറ്റ നമ്മുടെ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി എന്നും ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അതിന് എവിടെ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ? ഒരു ഗാർഡനിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. ഒബ്സർവ് ആൻഡ് പ്രിപ്പയർ നോട്ട്. അപ്പം നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളോടൊരു കുറിപ്പ് തയ്യാറാക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പ്രിപ്പയർ എ നോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു നോട്ട് തയ്യാറാക്കാൻ അല്ലേ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകട്ടോ. പ്രസന്റ് എ റോൾ പ്ലേ ഇൻ യുവർ ക്ലാസ് ഇൻവോൾവിങ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ എ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ പോയി സെർച്ച് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ. ലിവിങ് തിങ്സ് ക്യാൻ എക്സിറ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവിങ് തിങ്സിന്
നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ? ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ലിവിങ് തിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ജീവനുള്ള വസ്തുവായിക്കോട്ടെ, അതിനെന്തിനെ ആശ്രയിക്കേണ്ടി വരും? നോൺ ലിവിങ് തിങ്സിനെ ആശ്രയിക്കേണ്ടി വരും. ശരിയല്ലടാ? ഇപ്പൊ ഫോർ എക്സാമ്പിള് മനുഷ്യന് നോൺ ലിവിങ് തിങ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ലേ? ഇപ്പൊ നോൺ ലിവിങ് തിങ്സ് ആണ് വാട്ടർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കടാ. വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഏത് ലിവിങ് തിങ്സ് ആയിക്കോട്ടെ, അവർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഒരു നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അടുത്തത്, ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ? നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട്. വൈ? എന്താണ്? ലിവിങ് തിങ്സ് എന്താണ്? എപ്പോഴും ആരുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്? നോൺ ലിവിങ് തിങ്സുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ശരിയല്ലേടാ? ആണല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിട്ടോ. എവരി ലിവിങ് തിങ്സ് ആർ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്. ശരിയല്ലേ? ഏതൊരു ലിവിങ് തിങ്സും ആയിക്കോട്ടെ, അവർ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഫോർ ഹാബിറ്ററ്റ്? അപ്പോൾ ഹാബിറ്ററ്റിന് നിങ്ങളോടൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ് ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ വക ഡെഫിനിഷൻസ് എന്ത് ചെയ്യാൻ കൊടുക്കുക കേട്ടോ. ദ നാച്ചുറൽ ഹോം. ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ ഹോം ആണ് അല്ലേ? നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അതല്ലടാ നമ്മുടെ ഹോം എന്ന് പറയുന്നത്. അതേപോലെ ഏതൊരു ജീവിയും എവിടെയാണോ ജീവിക്കുന്നത് അതല്ലേ അവരുടെ വീടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. എന്താണ്? ദ നാച്ചുറൽ ഹോം, എൻവയോൺമെന്റ് ഓഫ് എ പ്ലാന്റ്, ആനിമൽ, ഓർഗാനിസം. എല്ലാത്തിൻ്റെയും എന്താണ്? ഹോമാണ് കേട്ടോ. എല്ലാവരുടെയും എന്താണ്? ഹോമാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ എഴുതാം കേട്ടോ. മിസ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ഏതാടാ? ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാബിറ്ററ്റ്. അപ്പൊ നിങ്ങളോട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാബിറ്ററ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് ഫിഗറിൽ ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. ഗ്രാസ് ലാൻഡ് ഉണ്ട്, പിന്നെന്താണ്? ഡെസേർട്ട് ഉണ്ട് അല്ലേ? വേറെ ഏതൊക്കെയാണ് ഹാബിറ്ററ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന? ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേടാ. വേറെ ഏത് പറയാം? ഫോറസ്റ്റ് പറയാം അല്ലേ? വേറെ നമുക്ക് ഏത് പറയാം? ഫോറസ്റ്റ് പറയാം. പിന്നെ ഏതാടാ നമുക്ക് പറയാൻ പറ്റുന്നത്? ഫോറസ്റ്റിനെ പോലെ വേറെ ഏതെങ്കിലും എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേടാ. വേറെ ഏത് പറയാം? വേറെ ഏത് പറയാടാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേടാ. വേറെ ഏതാ പറയാൻ പറ്റുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറെ ഏതെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നല്ലോ, ഉണ്ടാവുമല്ലോ. ഒന്ന് പറയാൻ പറ്റി നോക്കടാ. ഏതാ പറയാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് കമന്റ് ചെയ്യണേ മിസ്സിനെ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെ ഹാബിറ്ററ്റ് ഉണ്ട് എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം കേട്ടോ. ഏതാണ് ഹാബിറ്ററ്റ് ഉള്ളത് എന്നുള്ളത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഫുഡ് കാർഡാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഏത് കാർഡാണ് നമ്മൾ പറയുന്നത്? ഫുഡ് കാർഡ്. ഇത് കുഞ്ഞുമക്കൾ ഒരു കാര്യം ചെയ്യണം, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഇത് എന്ത് ചെയ്യണം? ജസ്റ്റ് നോക്കി വെക്കണം. എന്താണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കലുണ്ട് ഹാബിറ്ററ്റിന് എക്സാമ്പിൾസ് എഴുതാൻ കേട്ടോ. അപ്പോൾ ഗ്രാസ് ലാൻഡ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒന്നുകൂടെ മിസ് പറഞ്ഞു തരാം. ഇത് പറഞ്ഞു തരുന്നത് എക്സാമിന് വരുമായിട്ടാട്ടോ. അത് ഏതാണ്? സ്നോ ലാൻഡ് കേട്ടോ. സ്നോ ലാൻഡ് അല്ലെങ്കിൽ സ്നോ ഫീൽഡ് എന്ന് എഴുതിയാലും മതി. സ്നോ ഫീൽഡ് എന്ന് വെച്ചാൽ മഞ്ഞ് കൂടിയ സ്ഥലങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഏതാടാ? അടുത്ത ഏതാ പറയുന്നത്? ഫുഡ് കാർഡ്. അടുത്ത നമ്മൾ എന്തുണ്ടാക്കാൻ പോവാണ്? ഫുഡ് കാർഡ് അല്ലേ? അപ്പം എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്നൊന്ന് പറയണം കേട്ടോ. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫുഡുകൾ ഏതൊക്കെയാണ് ഒന്ന് മിസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണേ. കമൻറ്റ് ബോക്സിൽ ഇടുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളുടെ പേരും അതേപോലെ പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മിസ്സിൻ്റെ ഏതൊക്കെ കുട്ടികളാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേരും വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ പേരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നോക്കിയാലോ. ഫുഡ് കാർഡാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. എന്താ നെക്സ്റ്റ് പറയുന്നത്? ഫുഡിന്റെ കാർഡ് അല്ലേ? ദ ഫുഡ് കാർഡ് ഓഫ് 2 ക്രിയേച്ചർ ആർ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പൊ രണ്ടുപേർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ക്രിയേറ്റർ ക്രോ ആണ് അല്ലേ? ക്രോ എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ കാക്കച്ചി അല്ലേ? ക്രോ എന്ന് വെച്ചാൽ കാക്കയാണ്. എന്തൊക്കെയാണ് അവർ കഴിക്കുന്നത്? സ്മോൾ ക്രിയേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ചെറു ജീവികൾ ഒക്കെ അവരെന്ത് ചെയ്യും? കൊത്തി 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 തിന്നും അല്ലേ? നെക്സ്റ്റ് അടുത്ത ഏതാടാ? ഫ്രൂട്ട്സ് മീൻസ് പഴങ്ങൾ. നെക്സ്റ്റ് അടുത്ത ഏതാണ്? ഗ്രെയിൻസ് അല്ലേ? ഗ്രെയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? ധാന്യങ്ങളാണ് കേട്ടോ. ധാന്യങ്ങളും തിന്നും. ഫുഡ് വേസ്റ്റ് റിമൈനിങ് ഫോർ ഡെഡ് ഓർഗാനിസം. മൃത അവശിഷ്ടങ്ങളൊക്കെ അവർ കഴിക്കാറുണ്ട്. അടുത്ത ആരെ കൊടുത്തേക്കുന്നത്? ഗോട്ട് നിങ്ങൾ കോമൺലി കാണുന്നതാണല്ലോ നമ്മുടെ ആട് അല്ലേ? ഗ്രാസ് തിന്നും, ലീവ്സ് തിന്നും. പിന്നെ ഏതാ തിന്നുന്നത്? ഗെയിൻസ്, ധാന്യങ്ങളും തിന്നും അല്ലേ? ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 അതർ ക്രിയേച്ചർ. പറ്റുമല്ലോ? പറ്റൂല്ലേ? മിസ് ഒരാളുടെ കാണിച്ചു തരാവേ. ആരാ? നമ്മുടെ കൗ ആയിക്കോട്ടെ. അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ഇങ്ങനെ ഒരു നല്ലൊരു കോളം വരയ്ക്കാം.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കെച്ച് പെൻ ഉണ്ടാവുമല്ലോ, ആദ്യം നിങ്ങൾക്ക് തെറ്റിപ്പോവെങ്കിൽ ഒരു പെൻസിൽ വെച്ച് ക്രിയേച്ചർ എന്ന് എഴുതുക കേട്ടോ. ആദ്യം എന്ത് ചെയ്യുക, തെറ്റിപ്പോകുന്നെങ്കിൽ ഒരു പെൻസിൽ വെച്ച് ക്രിയേച്ചർ എന്നൊക്കെ നല്ല റെഡ് ആയിക്കോട്ടെ, ആ റെഡ് വെച്ച് ക്രിയേച്ചർ എന്ന് എഴുതുക. ഓക്കെ, ആരാണ്? കൗവ് ആയിക്കോട്ടെ കേട്ടോ. കൗവ് എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ പശു. അപ്പം റെഡ് വെച്ചിട്ടൊക്കെ എഴുതി നല്ല നല്ല അടിപൊളിയാക്കി എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? കൗവ് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞേ. ആ ഗ്രാസ് കഴിക്കൂലേ. പിന്നെ വേറെന്താ കഴിക്കുന്നത്? ലീവ്സ് കഴിക്കും അല്ലേ? കഴിക്കുമോടാ? ആ കഴിക്കും. പിന്നെ വേറെന്താടാ? ഗ്രെയിൻസ് ഉണ്ട് അല്ലേ, ധാന്യങ്ങളൊക്കെ തിന്നും അല്ലേ. പിന്നെന്താണ്? നമ്മളെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൊലികളൊക്കെ കൊടുത്താൽ ആര് തിന്നോളും? നമ്മുടെ കൗ തിന്നോളൂ അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സും പറയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോടാ. അടുത്ത എന്താണ്? വാട്ട് ഹാപ്പൻ ഇഫ് ദ നമ്പർ ഗോ അപ്പ് ഓർ ഡൗൺ? അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമല്ലേ? പ്രശ്നമാണല്ലേ. നെക്സ്റ്റ് അടുത്തത് ഒരു ഫുഡ് വെബാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്താ കൊടുത്തേക്കുന്നത്? ഫുഡിന്റെ വെബാണ് കൊടുത്തിരിക്കുന്നത്. എടാ ഒന്ന് ശ്രദ്ധിച്ചേ, ഫുഡ് വെബ് എവിടെ നിന്നാണ് തുടങ്ങിയേക്കുന്നത്? പ്ലാന്റിൽ നിന്നാണ് തുടങ്ങിയേക്കുന്നത് അല്ലെ. എവിടെ നിന്നാണ് തുടങ്ങിയേക്കുന്നത്? പ്ലാന്റിൽ നിന്ന്. പ്ലാന്റിൽ നിന്ന് തുടങ്ങിയിട്ട് യാക്ക് പ്ലാന്റ് തിന്നുന്നു, യാക്ക് എന്ത് തിന്നുന്നു? പ്ലാന്റ് തിന്നുന്നു. യാക്കിനെ ആര് തിന്നുന്നു? നമ്മുടെ ടൈഗർ തിന്നുന്നു അല്ലേ. നെക്സ്റ്റ് അടുത്ത ആരാടാ? നമ്മുടെ പ്ലാന്റിനെ ഡീർ തിന്നുന്നു. ഡീറിനെ ആര് തിന്നുന്നു? ടൈഗർ തിന്നുന്നു. പിന്നെ പ്ലാന്റിനെ ആര് തിന്നുന്നു? നമ്മുടെ ഗ്രാസ് ഷോപ്പർ തിന്നുന്നു. ഹെന്ന് തിന്നുന്നു. ഹെന്നിനെ ഫോക്സ് തിന്നുന്നു. ഫോക്സിനെ ആര് തിന്നുന്നു? വീണ്ടും ടൈഗർ തിന്നുന്നു അല്ലെ. ടൈഗർ ഭയങ്കര മിടുക്കനാണല്ലേ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് വിൽ ബി ഹാപ്പൻ ഇഫ് ടൈഗർ ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്ററ്റ്? എടാ ഇവിടെ നിന്ന് നമ്മുടെ ടൈഗർ അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കടാ. ഇവിടെ നിന്നിട്ട് നമ്മുടെ ടൈഗർ ഇല്ല കേട്ടോ. അവിടെ ടൈഗർ ഇല്ലേ. അപ്പം മാൻ എന്ത് ചെയ്യും? പുല്ല് തിന്ന് കുറേ മാനുകൾ ഇവിടെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കുറേ ഡിയേഴ്സ് അവിടെ ഉണ്ടാവില്ലേ. അതേപോലെ യാക്കുകളും ഒരുപാട് യാക്കുകൾ ഉണ്ടാവില്ലേ. ഈ യാക്കിനെ പിടിച്ച് തിന്നാൻ നമ്മുടെ കടുവയുണ്ടോ? ടൈഗർ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ നമ്മുടെ കടുവ അല്ലെങ്കിൽ ടൈഗർ ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കും? ആരൊക്കെ കൂടും? ഫ്രോഗ് കൂടും, യാക്ക് കൂടും, ഡീർ കൂടും. ഇവരൊക്കെ കൂടൂലേ. ഇവരുടെയൊക്കെ എണ്ണത്തിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൽ എന്തുണ്ടാവും? ഇൻക്രീസ് ഇല്ലേ. നമ്പേഴ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. വിച്ച് ഓർഗാനിസം വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? ഏതൊക്കെ ജീവികളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജീവികളാണ്? ഡീർ കൂടും, യാക്ക് കൂടും, പിന്നെ ആരാണ്? നമ്മുടെ ഫോക്സ് കൂടും അല്ലെ. ഇവര് മൂന്നെണ്ണത്തിന്റെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. വാട്ട് വിൽ ബി ഹാപ്പൺ ഇഫ് ദ ഡീർ പോപ്പുലേഷൻ ഇൻക്രീസ്? മാനുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡീറിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുക? ഈ ഡീർ പലതരം എന്താണ് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി നശിപ്പിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ ആരെ കൊണ്ടുണ്ട്? ഈ ഡീറിനെ കൊണ്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്, പക്ഷെ ഭയങ്കര ആള് ഭയങ്കര വീരനാണ് കേട്ടോ. അടുത്ത് നോക്കാം. വൈ ടൈഗർ കൺസർവേഷൻ? നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ടൈഗറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ടൈഗർ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. എന്താ നോക്കാം. ദ ടൈഗർ ഈസ് എ വൺ എമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. നമ്മുടെ ഫുഡ് വെബിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ടൈഗർ എന്ന് പറയുന്നത്. ഓർഗാനിസം ഇൻ ഈച്ച് ലിങ്ക് പ്ലേ എ കീ റോൾ ഇൻ ദ റിമൈനിങ് ഹെൽത്തിലി നമ്പർ ഓഫ് ഹെർബിവേഴ്സ് ആൻഡ് കാർണിവേഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ഹെർണിവേഴ്സ് എന്ന് വെച്ചാൽ സസ്യാഹാരി. ഹെർണിവേഴ്സ് വെച്ചാൽ എന്താണ്? സസ്യം കഴിക്കുന്നത്. എന്താ സസ്യം കഴിക്കുന്ന ആഹാരം എന്ന് വെച്ചാൽ എന്താ? ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കഴിക്കുന്ന ഫുഡ് മൊത്തം ഈ പ്ലാന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി കാർണിവേഴ്സ് വെച്ചാൽ എന്താണ്? അവർ എങ്ങനത്തെ ഫുഡേ കഴിക്കുള്ളൂ? മാംസം എന്ന് വെച്ചാൽ ഈ ഇറച്ചി പോലത്തെ മീറ്റ് ആഹാരങ്ങൾ മാത്രമേ ഇവർ കഴിക്കുള്ളൂ കേട്ടോ. ഇൻ ആൻ എക്കോസിസ്റ്റം. അപ്പം ഈ ഹെർണിവേഴ്സും അതേപോലെ കാർണിവേഴ്സിനെയും എണ്ണം അല്ലെങ്കിൽ നമ്പേഴ്സ് ഒരു ഹെൽത്തിലി നമ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ മെയിൻ റൂൾ എന്ന് പറയുന്നത് ആർക്കാണ്? ഈ ഹയസ്റ്റ് ലിങ്കിൽ നിൽക്കുന്ന നമ്മുടെ ടൈഗറിനാണ്. ശരിയല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേടാ. ഇപ്പം നമ്മുടെ ഈ ടൈഗർ ഇല്ലെങ്കിൽ എന്താണ്? ഈ പ്ലാന്റ് നിന്ന് യാക്കിൻ്റെ എണ്ണം കൂടും, അതേപോലെ ഫോക്സിൻ്റെ എണ്ണം കൂടും, ഡീറിൻ്റെ എണ്ണവും കൂടൂലേ. ശരിയല്ലേ? അപ്പൊ ടൈഗർ വളരുന്നില്ല, ടൈഗർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. പിന്നെ അത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ എണ്ണത്തിലൊക്കെ ഒരു കൺട്രോൾ വരുത്തുന്നത് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ലിങ്കില് ഫുഡ് വെബിലെ ഏറ്റവും ഹയസ്റ്റ് ലിങ്കിൽ നിൽക്കുന്ന ടൈഗറിനെ പോലത്തെ ജീവികളാണ്.
If some organism in the lower link of the food web disappear, they may be replaced by other organisms that perform the same function. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പ്ലാന്റ് തിന്നാൻ യാക്കുണ്ട്, ശരിയല്ലേ? യാക്കിനെയാണ് പിന്നെ ആര് തിന്നുന്നത്? ടൈഗർ തിന്നുന്നത്, അല്ലേ? പ്ലാന്റ് തിന്നാൻ ഇവിടെ ആരുണ്ട്? ഡിയർ ഉണ്ട്. പ്ലാന്റ് തിന്നാൻ ഇവിടെ ആരുണ്ട്? നമ്മുടെ ഗ്രാസ് ഷോപ്പർ ഉണ്ട്. ഹെന്നും എന്ത് തിന്നലുണ്ട്? പ്ലാന്റ് തിന്നലുണ്ട്, അല്ലേ? അപ്പം ഈ പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിൽ ആരെങ്കിലും നശിച്ചു പോയി കഴിഞ്ഞാൽ ഇതിന് പകരക്കാർ വരാനുണ്ട്, ശരിയല്ലേ? ഇപ്പൊ യാക്കില്ല എന്ന് വിചാരിക്കുക, യാക്കിന് വരെ പുല്ല് ആര് തിന്നോളൂ? നമ്മളെ ഡിയർ തിന്നോളൂ, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ പുൽച്ചാടി ഇല്ല എന്ന് വിചാരിക്കുക, പുൽച്ചാടി അല്ലെങ്കിൽ ഗ്രാസ് ഷോപ്പർ ഇല്ല എന്ന് വിചാരിക്കുക. വേണ്ട, ഗ്രാസ് ഷോപ്പറിന് പകരം പുല്ല് ആര് തിന്നോളും? ഹെന്ന് തിന്നോളും. പക്ഷെ നമ്മുടെ ടൈഗർ അങ്ങോട്ട് ഇല്ലാണ്ടായ എന്താക്കും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാ, ടൈഗർ ഇല്ലാണ്ടായി, ടൈഗറിന് പകരക്കാരൻ അധികം പേരുണ്ടോ? ടൈഗറിന് പകരക്കാരനാക്കാൻ നമുക്ക് ഒരുപാട് പേരുണ്ടോ? ഇല്ല. എന്നാ പറയുന്നത് കേട്ടോ, ടൈഗറിന് പകരക്കാരനാക്കാൻ എന്താണ്? ഒരുപാട് പേരില്ല. ഇഫ് ദർ ആർ നോ അതർ ക്രിയേച്ചർ ലൈക്ക് ടൈഗർ, ദേ ആർ നോ വൺ ടു പെർഫോം ദിസ് ഫങ്ഷൻ. ഈ ഫങ്ഷൻ ചെയ്യാൻ മറ്റാരുമില്ല. ദെയർഫോർ കൺസർവേഷൻ ഓഫ് ഹൈ റാങ്കിങ് ഓർഗാനിസം ലൈക്ക് ദ ടൈഗർ ഈസ് ദ പ്രയോറിറ്റി. അപ്പം അതുകൊണ്ടാണ് ഈ ഹൈയസ്റ്റ് ലിങ്കിൽ നിൽക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസേർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നത്. അടുത്ത് എന്താടാ? ദ ഇൻവെന്റേഴ്സ്. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ദ ഇൻവെന്റേഴ്സ്. ഇൻവെന്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പുറമേ നിന്ന് വന്ന ആരോ ആണ് കേട്ടോ. ആരാണ്? എങ്ങോട്ട് ചാടി വന്ന ആൾക്കാരാണ്, അല്ലേ? ജസ്റ്റ് പിക്ചർ ഒന്ന് നോക്കിയേ. നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിലുണ്ട് എന്നുള്ളത് മിസ്സിനോടൊന്ന് പറയണേ. എത്ര പേരുടെ വീട്ടിൽ ഈ ഫിഷ് ഉണ്ട്? ഈ ഫിഷിനെ നമ്മൾ മലയാളത്തിൽ പറയും മുഷി എന്ന് പറയും, അല്ലേ? മുഷി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? മുഷി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മളൊക്കെ മുഷി എന്നാ പറയല്ലേ, അല്ലേ? അപ്പം നോക്കാം കേട്ടോ. ദ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ദ ആഫ്രിക്കൻ കാഡിനറ്റ്. അപ്പൊ ഇത് ആഫ്രിക്കൻ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് വന്ന ഒരു ഫിഷാണ് ഏതെന്ന് പറയുന്നത്? ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി. ഇവര് നമ്മൾ വാങ്ങുമ്പോൾ ചെറുതാണെങ്കിൽ പോലും ജസ്റ്റ് 1 month ഒക്കെ കഴിയുമ്പോൾ ഇവരുടെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അതേപോലെ പെട്ടെന്ന് വളരുന്ന ഒരു ഫിഷാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ. ദേ ആർ ഫൗണ്ട് ആസ് ആൻ ഇൻവസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഓഫ് കേരള. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരെ നമ്മുടെ കേരളത്തിലെ കുളത്തിലൊക്കെ അല്ലെങ്കിൽ ജലാശയത്തിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന കുറേ ഫിഷസ് ഉണ്ടല്ലോ, അവരൊക്കെ ആര് പിടിച്ചു തിന്നും? നമ്മുടെ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് അങ്ങ് പിടിച്ചു തിന്നും. ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് അതാ കൊടുത്തിട്ടുണ്ട്. ക്യാറ്റ് ഫിഷ് ഫീഡ് ദ നാറ്റീവ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ്. അപ്പം നമ്മുടെ വാട്ടർ ബോഡീസ് കാണപ്പെടുന്ന ഫിഷിനൊക്കെ ആര് പിടിച്ചു തിന്നും? ഈ ആഫ്രിക്കൻ ഫിഷ് അങ്ങോട്ട് പിടിച്ചു തിന്നും. ഇത് ഓർഗാനിസം ദാറ്റ് ഫീഡ് ഓൺ ദ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ യുവർ വാട്ടർ ബോഡീസ്. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ജലാശയത്തിൽ എന്താണ് ഇവയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനുകളുടെയാണ് ഇവര് മെയിനായിട്ട് പിടിച്ചു തിന്നുന്നത്. അപ്പം ആ മീനുകളെ എന്താ പറയുക, നമ്മുടെ ആഫ്രിക്കൻ മുഷി അല്ലെങ്കിൽ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷിനെ തിന്നാൻ കപ്പാസിറ്റി ഉള്ള ആരും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഫിഷ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ആഫ്രിക്കൻ ഫിഷിനെ തിന്നാൻ അത്രയും പവറുള്ള ഫിഷസ് നമ്മുടെ നാട്ടിലില്ല. വാട്ട് വിൽ ബി ഹാപ്പൻ ഇൻ ദ ഹാബിറ്റേറ്റ് ആൻഡ് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് റീച്ച് ഇൻ ടു ലോക്കൽ പോണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ കുളത്തിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആഫ്രിക്കൻ ഫിഷ് നന്നായിട്ട് ഇതിലുള്ള നമ്മുടെ പാവം മീനുകളൊക്കെ മൊത്തം അങ്ങോട്ട് പിടിച്ച് തിന്നു, അല്ലേ? എന്നിട്ട് ഇവന്മാർ ഭയങ്കരമായിട്ട് വളരും. ഇവന്മാരെ പിടിച്ച് തിന്നാൻ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അങ്ങനെ ഇവന്മാരെ പിടിച്ച് തിന്നാൻ പറ്റിയ ആരും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഫൈൻഡ് ഔട്ട് യുവർ locality and any of this invasive organism identity and present that problem their cases of other plants and creature. അപ്പം നമ്മുടെ എന്താണ് മറ്റുള്ള സസ്യങ്ങളും ജന്തുക്കളും എന്തെല്ലാം പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തി എഴുതുക. അതേപോലെ പ്രശ്നങ്ങളുള്ള മറ്റേതെങ്കിലും ഇതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറമേ നിന്ന് വന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ അവരെ തുരത്താൻ പറ്റിയത് ആരും നമ്മുടെ നാട്ടിലില്ലേ? അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഉണ്ടോ, അതേപോലെ ആനിമൽസ് ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടെ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത് 1 എക്സാമ്പിൾ ആണ്. അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്തത് വാട്ട് ഓൾ ഇൻഫർമേഷൻ മസ്റ്റ് ബി കളക്റ്റഡ്. നിങ്ങൾക്ക് എങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക? വാട്ട് ആർ ദ ആനിമൽസ്, ഏതൊക്കെയാണ് ആനിമൽസ് എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. വാട്ട് ആർ ദ പ്ലാന്റ്സ്, ഏതൊക്കെയാണ് ആ പ്ലാന്റ്സ് എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ആനിമൽസ് എന്ന് ആദ്യം കണ്ടെത്തണം, ഏതൊക്കെയാണ് പ്ലാന്റ്സ് എന്ന് വേറെയും കണ്ടെത്തണം. നെക്സ്റ്റ് അടുത്ത് എന്താണ്, വേർ ഷുഡ് ബി ദ ഇൻഫർമേഷൻ ബി കളക്റ്റഡ്. നിങ്ങൾ എങ്ങനെ ഇൻഫർമേഷൻ കണ്ടെത്തും? ശരിയല്ലേ, എങ്ങനെയാണ് ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ കണ്ടെത്തും എന്നാ പറഞ്ഞേക്കുന്നത്. എങ്ങനെ കണ്ടെത്താടാ? ഫസ്റ്റ് വണ് ഫ്രം അഡൽട്ട്. നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അല്ലെ, നല്ല പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. പിന്നെന്താണ്, മീഡിയയിൽ നിന്ന് കണ്ടെത്താം, ബുക്ക് റെഫറൻസ് ചെയ്യാം. പിന്നെന്താണ്, ഒബ്സർവേഷൻ, തെരഞ്ഞാണെങ്കിലും നിരീക്ഷണത്തിലൂടെ വേണമെങ്കിലും കണ്ടെത്താം. അടുത്തെന്താ കൊടുത്തേക്കുന്നത്, വാട്ട് ഷുഡ് ബി ദ റിപ്പോർട്ട് കണ്ടെയ്നിങ്. നിങ്ങൾ ഇതിന്റെ റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ത് കൊടുക്കണം, ഇൻട്രൊഡക്ഷൻ, എയിം, എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. മെത്തേഡ് ഓഫ് സ്റ്റഡി, ഡാറ്റ കളക്ഷൻ വേണം, അനാലിസിസ് വേണം, കൺക്ലൂഷൻ വേണം, സജഷൻ വേണം, അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ അതിൽ ഉൾപ്പെടുത്തണം എന്നാ പറയുന്നത് കേട്ടോ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെല്ലാം എന്ത് വേണം, അതിൽ ഉൾപ്പെടുത്തണം. അടുത്തത് ഫുഡ് റിലേഷൻഷിപ്പ്. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്, ഫുഡ് റിലേഷൻഷിപ്പ്. എടാ ഒന്ന് ശ്രദ്ധിച്ച, ഇവിടെ ഫുഡ് റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ആരെയാണ് കൊടുത്തേക്കുന്നത്, ഫസ്റ്റ് വൺ നമ്മുടെ പ്ലാന്റ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. പ്ലാന്റിന് ആര് തിന്നുന്നു, ആര് തിന്നുന്നു, സ്ക്വയറിൽ തിന്നുന്നു. സ്ക്വയറിന് ആര് തിന്നുന്നു, സ്നേക്ക് തിന്നുന്നു, ഫോക്സ് തിന്നുന്നു, ക്യാറ്റ് തിന്നുന്നു അല്ലേ. എല്ലാവരും പിടിച്ച് തിന്നുന്നുണ്ട് അല്ലേ സ്ക്വയറിൽ, പാവം. ഇനി ഫോക്സിനെ ആരാ തിന്നുന്നത് നോക്കിക്കേ. ഫോക്സിന് ആരാ തിന്നുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പിക്ചർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരാ തിന്നുന്നത്, നമ്മുടെ വൾച്ചറാണ് തിന്നുന്നത് അല്ലേ. അല്ലെങ്കിൽ വൾച്ചറിന് എന്താ പറയുന്നത്, കഴുകൻ എന്ന് പറയും കേട്ടോ. അപ്പം വീണ്ടും നമ്മുടെ എന്താണ്, അണ്ണാൻകുഞ്ഞ് അല്ലേ. അണ്ണാൻകുഞ്ഞിനെ ക്യാറ്റ് തിന്നുന്നു, ക്യാറ്റിനെ ആര് തിന്നുന്നു, വൾച്ചർ അല്ലെങ്കിൽ കഴുകൻ തിന്നുന്നു. വീണ്ടും ഒരു ചെയിൻ കൂടെ നോക്കിക്കേ. ഈ ചെയിൻ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞേ. പ്ലാന്റിനെ നമ്മുടെ ഗ്രാസ് ഷോപ്പർ തിന്നുന്നു. ഗ്രാസ് ഷോപ്പറിനെ ആരാ തിന്നുന്നത്, ഫ്രോഗ് തിന്നുന്നു. ഫ്രോഗിനെ വീണ്ടും ആരാ തിന്നുന്നേ, നമ്മുടെ സ്നേക്കിനെ എന്ത് കഴിക്കുന്നു, കഴുകൻ അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ വൾച്ചർ കഴിക്കുന്നു കേട്ടോ. There are various food relationship in the below picture. ഇവിടെ ഒരു എന്താണ്, ഒരു പലരും ഭക്ഷിക്കുന്ന ഒരു ചെയിൻ അല്ലെങ്കിൽ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The food relationship is a single sequence is given below. സിംഗിൾ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, സിംഗിൾ സീക്വൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഒറ്റ ശ്രേണിയായിട്ടല്ലേ പോകുന്നത്. എങ്ങനെ പോവും, ആദ്യം എന്ത് തിന്നുന്നു, നമ്മുടെ പ്ലാന്റിനെ ആര് തിന്നുന്നു, വാം തിന്നുന്നു. ഇവനെ ആര് തിന്നുന്നു, ഹെന്ന് തിന്നുന്നു. ഹെന്നിനെ ഫോക്സ് തിന്നുന്നു. ഫോക്സിനെ ആര് തിന്നുന്നു, നമ്മുടെ വൾച്ചർ തിന്നുന്നു അല്ലേ. ശരിയല്ലേ, അതെ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ സച്ച് സീക്വൻസസ്. ഇനി നിങ്ങൾക്ക് സീക്വൻസസ് വേറെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾക്ക് എന്താല്ലേ പറ്റാത്ത, ഞങ്ങൾ മിടുക്കന്മാരല്ലേ. എടാ പറഞ്ഞേടാ, ആദ്യം എന്ത് എഴുതാം, പ്ലാന്റ് എഴുതാം അല്ലേ. ആദ്യം പ്ലാന്റ് എഴുതാം. പിന്നെന്താണ്, ഗ്രാസ്, ഇതേതാ, ഗ്രാസ് ഷോപ്പർ എഴുതാം അല്ലേ, ഷോപ്പർ. പിന്നെ വേറെന്താണ്, ഫ്രോഗ് എഴുതാം. ഫ്രോഗ്. ദെൻ എന്താണ്, സ്നേക്ക്. സ്നേക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് അടുത്ത ആരാണ്, നമ്മുടെ വൾച്ചർ അല്ലേ. ഇതും എന്താടാ, സിംഗിൾ സീക്വൻസ് ആണ് കേട്ടോ. സിംഗിൾ സീക്വൻസ് എന്ന് വെച്ചാൽ ഒറ്റ ലൈനിൽ അങ്ങോട്ട് പോകുന്നവരെയാണ് കേട്ടോ എന്തെന്ന് പറയുന്നത്, സിംഗിൾ സീക്വൻസ് എന്ന് പറയുന്നത്. എ സിംഗിൾ സീക്വൻസ് എന്താ പറഞ്ഞേക്കുന്നത്, എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അപ്പൊ ഇതിന് നമ്മൾ എന്താ പറയുന്നത്, ഫുഡ് ചെയിൻ എന്നാ പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്, ഫുഡ് ചെയിൻ എന്നാ പറയുന്നത്. കമ്പയർ ഫുഡ് ചെയിൻസ് യു ഹാവ് റിട്ടൺ ആൻഡ് ലിസ്റ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളോട് എന്താണ്, നിങ്ങൾ എഴുതിയ ഓരോന്നും കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എഴുതിയ ഒന്നുണ്ടല്ലോ, ഇവിടെ ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ലിങ്കും ലാസ്റ്റ് ലിങ്കും ചോദിച്ചേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ലിങ്ക് ആരാടാ, പ്ലാന്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പ്ലാന്റ് ആണ്. ലാസ്റ്റ് ആരാണ്, നമ്മുടെ വൾച്ചർ തന്നെയാണ് അല്ലേ. അപ്പൊ ആരാ ഫസ്റ്റ് വേണം നമുക്ക് എഴുതാം, ആരാ, പ്ലാന്റ് അല്ലെങ്കിൽ ഗ്രാസ് എഴുതാം അല്ലേ. ഗ്രാസ്. ലാസ്റ്റ് വൺ ആര് തന്നെയാണ്, നമ്മുടെ വൾച്ചർ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാവേ. അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത്, ഫ്രം വിച്ച് ഓർഗാനിസം ഡ്യൂ ഓൾ ദ ഫുഡ് ചെയിൻ ബിഗിൻ. അപ്പം ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, അതിൻ്റെ നമ്മുടെ ഫുഡ് ചെയിൻ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെ നിന്ന് ആരംഭിക്കുന്നത്, നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലെ. എവിടെ നിന്ന് ആരംഭിക്കുന്നത്, ഇത് നോക്കിക്കേ, എവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഈ
ഇതാ നമ്മുടെ പുല്ല് എവിടുന്ന് നോക്കിയാലും എവിടെ നിന്ന് ആരംഭിക്കുന്നത്? പ്ലാന്റ് അല്ലെങ്കിൽ ഗ്രാസിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലെ? പ്ലാന്റ് അല്ലെങ്കിൽ എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഗ്രാസിൽ നിന്ന്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാടാ? ഗ്രാസ്. ശരിയല്ലേ? ഗ്രാസ്. ഡു നോട്ട് ദേ ഓൾസോ നീഡ് ഫുഡ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്? ഇവർക്ക് ജീവിക്കാൻ ഫുഡ് ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലേ? ഇവർക്ക് ജീവിക്കാനും എന്ത് ആവശ്യമുണ്ട്? ഫുഡ് ആവശ്യമുണ്ട്. വേർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ്? ഇവർക്ക് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? നിങ്ങൾക്ക് അറിയോ? ഒന്ന് പറഞ്ഞേടാ, ഇവർക്ക് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത് എന്നുള്ളത് എൻ്റെ കൂട്ടുകാരൊന്ന് പെട്ടെന്ന് പറയണം കേട്ടോ. നെക്സ്റ്റ് എടുത്തത് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഫുഡിന്റെ പ്രൊഡക്ഷൻ എവിടെയാണ്? പ്ലാന്റ്സിലാണ് പറയുന്നത് കേട്ടോ. ഒബ്സർവ് ആൻഡ് ഇല്ലുട്രേഷൻ. ഒബ്സർവ് ചെയ്യുക, എന്താണ്? നിരീക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വിച്ച് ആർ ദ മെയിൻ കോമ്പോണന്റ് ദാറ്റ് പ്ലാന്റ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? ഇവിടെ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേടാ. ലൈറ്റ് വരുന്നുണ്ട് അല്ലെ? ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട്. ദെൻ ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് എടുക്കുന്നു, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു. ഇവിടെ നിന്ന് റൂട്ട് എന്തിനെ വലിച്ചെടുക്കുന്നുണ്ട്? വാട്ടറിനെ വലിച്ചെടുക്കുന്നുണ്ട് അല്ലെ? ഇനി ആരൊക്കെയുള്ളതെന്ന് ജസ്റ്റ് എഴുതാനാ പറഞ്ഞേക്കുന്നത്. ആരൊക്കെ ഉണ്ട് ഇവിടെ? വാട്ടർ ഉണ്ട്. പിന്നെ ആരുള്ളത്? സൺലൈറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആരൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, പിന്നെന്ത് വേണം? സൺലൈറ്റ് വേണം കേട്ടോ. ആര് വേണം? സൺലൈറ്റ് വേണം. നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇവിടെ ഫസ്റ്റ് പോയിന്റ് പഠിച്ചോണേ, ഇപ്പൊ തന്നെ പഠിച്ചോണം കേട്ടോ. പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആരൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡും വേണം, പിന്നെ ആര് വേണം? വാട്ടറും വേണം. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. ഇതിന് വേണ്ട എനർജി ഇവർ എവിടെ നിന്ന് വാങ്ങിക്കോളും? സൺലൈറ്റിനെ നിന്ന് വാങ്ങിക്കോളും കേട്ടോ. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. റെഡിയാണോടാ? അപ്പൊ ഒന്ന് നോക്കിക്കേ, ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ പ്ലാന്റിന് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ 2 പേരെ വേണം. ഒരാൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. രണ്ടാമത്തെ ആൾ ആരായിരുന്നു? മക്കൾ തന്നെ ഒന്ന് പറഞ്ഞേടാ. എന്റെ പൊന്നു മക്കളൊന്ന് പറഞ്ഞേ, രണ്ടാമത്തെ ആൾ ആരായിരുന്നു? രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വാട്ടർ ആണ്. നെക്സ്റ്റ് അടുത്ത് അവർക്ക് എനർജി എവിടുന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്? സൺലൈറ്റിൽ നിന്നാണ് അല്ലെ? എനർജി എവിടുന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്? സൺലൈറ്റ് ആണ്. നെക്സ്റ്റ് ഈ ഒരു ആക്ടിവിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ശ്രദ്ധിച്ചു കേട്ടോ. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്പ് ടു പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. അപ്പോൾ നമ്മുടെ ഇലകളെ എന്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഓക്സിജൻ ഈസ് എ പ്രൊഡ്യൂസ്ഡ് ആസ് റിസൾട്ട് ഇൻ ദ ആക്ടിവിറ്റി. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആരാണ്? ഓക്സിജൻ ആണ് കേട്ടോ. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. ഇതിൽ നിന്ന് എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ് എടുത്തത് സോഴ്സ് ഓഫ് എനർജി. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? സോഴ്സ് ഓഫ് എനർജി. യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സൺലൈറ്റ് എന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ വേണമെന്ന് മനസ്സിലായല്ലോ. ത്രൂ വിച്ച് പാർട്ട് ഡു പ്ലാന്റ്സ് മെനി റിസീവ് സൺലൈറ്റ്? ഇവര് പ്ലാന്റ്സിന്റെ ഏത് ഭാഗത്തു കൂടിയാണ് സൺലൈറ്റിനെ സ്വീകരിക്കുന്നത്? ഒബ്സർവ് ദിസ് പിക്ചർ. അപ്പൊ നമ്മുടെ പിക്ചർ ഒന്ന് നോക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. അപ്പൊ നമ്മുടെ പ്ലാന്റ് നല്ല മിടുക്കന്മാരാണ് കേട്ടോ. ഇവര് വളർന്നു വരുമ്പോഴേ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഇവരുടെ ഇലകള് സണ്ണ് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് ഏകദേശം നന്നായിട്ട് ക്രമീകരിച്ച് മാത്രമാണ് ഇവര് വളരുള്ളൂ കേട്ടോ. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചർ. അപ്പൊ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ശ്രദ്ധിക്കുക. ഡു യു ഫൈൻഡ് എനി സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് വൺ ഹെബിസ്കസ് ആണ്, രണ്ടാമത്തെ തുളസിയാണ്, മൂന്നാമത്തെ ഏതാണ്? ബാക്ക് ബോർഡ് ട്രീ അല്ലെങ്കിൽ എന്താണ് ഏഴിലം പാല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ചെടിയാണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേടാ, ഇതിന്റെ മൂന്നിന്റെയും ലീഫ് ഡിഫറെന്റ് അല്ലേടാ? അതെ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം എന്തൊക്കെയാ പറയുന്നതെന്നേ. Observe the plant in your surrounding and group them according to the similarly in the arrangement of leaves. അപ്പോൾ ഈ നമ്മൾ നേരത്തെ സിമിലർ ടു ഹെബിസ്കസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെബിസ്കസ് അല്ലെങ്കിൽ എന്താ പറയുക ചെമ്പരത്തിയുടെ ഇല പോലത്തെ മറ്റു ഇലകൾ ഏതൊക്കെയെന്ന് നിങ്ങളോട് തന്നെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാ നോക്കിക്കേ. മാംഗോ ട്രീ ഉണ്ട്, പിന്നെന്താണ് നട്ട്മർഗ് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്, ഗുവാ ട്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം എന്തിന് സിമിലർ ആയിട്ടുള്ളതാണ്? നമ്മൾ ഹെബിസ്കസിന് സിമിലർ ആയിട്ട്
ആയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, തുളസിക്ക് സിമിലർ ആയിട്ടുള്ളത് എഴുതുക. ഏതിന് സിമിലർ ആയിട്ടുള്ളതാണ്? തുളസി. ഏതൊക്കെയാണ്? കറി ലീവ്സ് ഉണ്ട്. കറി അല്ലെ, അമ്മമാരൊക്കെ കറിയിലിടുന്ന കറി ലീവ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടുത്ത ഹെന്ന ട്രീയിൽ വളരുന്നു കേട്ടോ. ഹെന്ന ട്രീ എന്ന് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മൈലാഞ്ചി ചെടിയിൽ വളരുന്നത്. അടുത്തത് റോസ് ആണ്. റോസ് എന്ന് വെച്ചാൽ എന്താണ്? അല്ലെ, റോസിന്റെ ഇല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് അടുത്ത് പറയുന്നത് സിമിലർ ടു ഏഴിലം പാല. ഏഴിലം പാലയുടെ ഇലയുമായിട്ട് ലീഫുമായിട്ട് സിമിലർ ഉള്ളത് ആരൊക്കെയാന്ന് നോക്കിക്കേ. അരളി, അതേപോലെ മലബാർ ടമറൈഡ് കേട്ടോ. അപ്പോൾ മലബാർ ടമറൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ കുടംപുളിയുടെ ഇല എന്നൊക്കെ പറയും. അടുത്തത് ഒലിവിൻ്റെ ഇല കേട്ടോ. അടുത്ത ഏതാണ്? ഒലിവിൻ്റെ ഇല. ഡ്രോ ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ലീവ്സ് ഓഫ് വേരിയസ് പ്ലാന്റ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള പ്ലാന്റ്സ് ഒക്കെ നിരീക്ഷിച്ച് അതിനെങ്ങനെയാണ് അതിൻ്റെ ലീഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ബിഹൈൻഡ് ദ ലീഫ്ലി ഗ്രീന്. അടുത്ത നമ്മൾ എന്താണ്? നമ്മൾ സാധാരണ ലീഫ് ഏത് നിറത്തിലാണ് കാണുന്നത്? ഗ്രീൻ നിറമാണ് അല്ലേ, ഇലയുടെ പച്ചയ്ക്ക് പിന്നിൽ. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ. ശരിയല്ലേ? ഏത് നിറത്തിലാണ് ജനറലി നമ്മൾ കാണുന്നത്? ഗ്രീന്. ബട്ട് യു മസ്റ്റ് ഓൾസോ ഹാവ് എ നോട്ടീസ് അറ്റ് മൾട്ടി കളേർഡ് ലീവ്സ്. അപ്പൊ എന്താണ്? മൾട്ടി കളർ ലീവ്സും ഉണ്ടല്ലോ. കളക്ട് ഡിഫറെന്റ് കളർ ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ പോയിട്ട് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക കേട്ടോ. റബ്ബ് ആൻഡ് കളക്റ്റഡ് ലീവ്സ് ബോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് കളക്ട് ചെയ്യുക. എന്നിട്ട് ആ ബോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതൊന്ന് റബ്ബ് ചെയ്ത് നോക്കുക. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ. അപ്പൊ എന്ത് ചെയ്യാൻ? ഒബ്സർവേഷൻ എഴുതണം കേട്ടോ. നെയിം ദ പ്ലാന്റ്. ഏതാണ് കളറ്? ഇത് ജസ്റ്റ് നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ കിട്ടിയ കളർ ഏതാ എന്നുള്ളത് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. റൈറ്റ് യുവർ ഫൈൻഡിങ് ഫ്രം ദ ടേബിൾ ഇൻ ദ സയൻസ് ഡയറി. ഈ സയൻസ് ഡയറി എങ്ങോട്ട് എഴുതണം? ഈ ടേബിൾ നമ്മുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതുകയും വേണം. ക്ലോറോഫിൽ ഈസ് എ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ്. അപ്പോൾ ക്ലോറോഫില്ലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. ഇലകൾക്ക് ഏത് നൽകുന്നത്? പച്ച നിറം നൽകുന്നത്. അടുത്തത് ഏതാണ്? ഡൈവേഴ്സിറ്റി ഇൻ കളർ. അടുത്ത ഏതാണ്? ഡൈവേഴ്സിറ്റി ഇൻ കളർ. ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? സ്കൂളിൽ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഒബ്സർവ് ചെയ്യണം. Cannot you see flowers and leaves in different colors? ഒരു നിറത്തിൽ മാത്രമാണോ നിങ്ങൾ ഫ്ലവേഴ്സ് കാണലേ? അല്ലെങ്കിൽ ഒരു നിറത്തിൽ മാത്രമാണോ നിങ്ങൾ ലീവ്സ് കാണലേ, ഇലകൾ കാണുന്നത്? അല്ല അല്ലേ, പല നിറത്തിലുള്ളതില്ലേ? അപ്പൊ അതൊക്കെ നിങ്ങളോട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ഒന്ന് കണ്ടുവരാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അടുത്തത്, യു ഹാവ് സീൻ ദാറ്റ് ദ റീസൺ ഫോർ ദ ഗാർഡൻ കളേഴ്സ് ഓഫ് ക്ലോറോഫിൽ ഹാവ് നോട്ട് യു വാട്ട് ആർ ദ പിഗ്മെന്റ് ദാറ്റ് കേസസ് ഓഫ് ഓദർ കളേഴ്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്രീൻ കളർ കൊടുക്കുന്ന ആരാണ്? ക്ലോറോഫില്ലാണ് കേട്ടോ. എൻ്റെ മക്കളെ ഇത് നോക്കി വെക്കണട്ടാ. ഗ്രീൻ കളർ കൊടുക്കുന്ന ആരാണ്? ക്ലോറോഫില്ലാണ് കേട്ടോ. എന്നാൽ മറ്റു നിറങ്ങൾ കൊടുക്കുന്ന ആരാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇതും എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ റെഡ് കളർ കൊടുക്കുന്ന ആരായിരിക്കും? ആൻതോസയാനിൻ ആണ് കേട്ടോ. ആരാണ്? ഏതാണ്? റെഡ് കളർ കൊടുക്കുന്ന ആരാണ്? ആൻതോസയാനിൻ ആണ്. ഓറഞ്ച് ആണെങ്കിൽ കെരോട്ടിൻ ആണ് കേട്ടോ. ഓറഞ്ച് ആണെങ്കിൽ ആരാണ്? കെരോട്ടിൻ ആണ്. യെല്ലോ ആണെങ്കിൽ സാന്തോഫിൽ ആണ് കേട്ടോ. യെല്ലോ നിറം കൊടുക്കുന്ന ആരാണ്? സാന്തോഫിൽ ആണ്. അപ്പൊ റെഡ് കളറുള്ള പ്ലാന്റ്സ് കാണുമ്പോൾ നിങ്ങളെ മനസ്സിൽ കൂടെ ഓടിക്കോണം. എന്താണ്? ഇതിന് ഈ നിറം കൊടുക്കുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ആൻതോസയാനിൻ ആണ്. എടാ കുഞ്ഞുമക്കളെ ഒരു കാര്യം ചെയ്തടാ, ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കിക്കേ. ANTHOCYANIN. ശരിയല്ലേടാ? അടുത്ത കരോട്ടിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. CAROTENE. റെഡിയല്ലേ? അടുത്തത് ഏതാ? യെല്ലോ. സാന്തോഫിൽ ഏതാണ്? XANTHOPHYLL. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ഒരു കാര്യം ചെയ്യണം, ഇത് 5 പ്രാവശ്യം വീതം എഴുതി പഠിക്കുവാണ് കേട്ടോ. ക്ലോറോഫിലും കൂടെ കൂട്ടിയിട്ട് വേണം എഴുതി പഠിക്കാനേ. അടുത്തത്, ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് എ ഗ്യാസസ് ഈസ് യൂസ്ഡ് ടു ഫോട്ടോസിന്തസിസ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായല്ലോ, ഫോട്ടോസിന്തസിന് വേണ്ടി അല്ലെങ്കിൽ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. വിച്ച് ഓഫ് ദിസ് ഗ്യാസസ് ആർ യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ. അപ്പം നമ്മുടെ സാധാരണയായിട്ട് ജീവികൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഏത് വാതകമാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഓക്സിജൻ ആണല്ലേ. ഏത് ഗ്യാസ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ?
അടുത്തത് ലുക്ക് അറ്റ് ദ ഇലിട്രേഷൻസ് ഷോയിങ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ ഓരോ സാധനങ്ങളും എത്രയാണ് യൂസ് ചെയ്യുന്നത്, എത്രയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് എന്നാ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഉണ്ട് നൈട്രജൻ നോക്കിക്കേ, ഒരുപാടുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിക്കേ, ഒരു ചെറിയ ഭാഗമുള്ളൂ അല്ലേ, കാണുന്നുണ്ടോ? ഓക്സിജൻ കുറച്ചുകൂടെ ഉണ്ട്, പിന്നെ ആർഗൺ ഉണ്ട്, പിന്നെ അതേഴ്സ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ളതുണ്ട് കേട്ടോ. ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി. ലിവിങ് തിങ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഡു നോട്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ നീഡ് എനർജി. അതേപോലെ ആർക്കും എനർജി വേണ്ടേ? പ്ലാന്റ്സിനും എനർജി വേണ്ടേ? ഷുഡ് നോട്ട് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ് ടു ഒബ്റ്റെയിൻ എനർജി. അപ്പോൾ ഇവരും എന്തിനു വേണ്ടിയായിരിക്കും റെസ്പിറേഷൻ നടക്കുന്നത്? നമുക്ക് എനർജി കിട്ടുന്നത് പോലെ തന്നെ അവർക്കും എനർജി കിട്ടാൻ റെസ്പിറേഷൻ നടക്കണ്ടേ? യെസ്, റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. അപ്പോൾ എന്തിലും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്? പ്ലാന്റ്സിലും റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ശ്വസനമാണ് കേട്ടോ. ശ്വസനം എന്നാണ് മലയാളത്തിൽ പറയാം. ഓൾ ലിവിങ് ബിഗിൻസ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. അപ്പോൾ എന്താണ്? എല്ലാ ലിവിങ് തിങ്സും ഓക്സിജൻ ആണ് എന്തിനു ഉപയോഗിക്കുന്നത്? ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ ഉപയോഗിക്കുന്നത്. ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ആനിമൽസ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആനിമൽസ് റിലീസ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഫോർ ദ റെസ്പിറേഷൻ ബൈ പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് ടു ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഡേ ടൈമിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആര് ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യും? നമ്മുടെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ദ ഫോട്ടോസിന്തസിസ്. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. അപ്പോൾ ഇത് ഏത് വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, അതേപോലെ ഓക്സിജൻ പുറത്തോട്ട് വരുന്നത് എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ലീഫ് കൊടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ഹോൾസ് ഉണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെന്താ പറയുന്നത്? സ്റ്റൊമാറ്റ. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കണ്ടുകൊണ്ടൊന്നും കാണാൻ കഴിയില്ല. ഇത് എന്തുകൊണ്ട് നമ്മൾ നോക്കണം? മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ എന്താ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പ് ഈസ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നെക്ഡ് ഐസ്. നമുക്ക് കണ്ണ് വെച്ചിട്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. ദിസ് മൈക്രോസ്കോപ്പ് പോർസ് ഇൻ ദ ലീവ്സ് ആർ ഈസ് നോൺ ആസ് എ സ്റ്റൊമാറ്റ. അപ്പോൾ നമ്മുടെ ലീവ്സിനുള്ളിൽ കാണപ്പെടുന്ന ചെറിയ പോർസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ത്രൂ ദ spores atmospheric air enter the plant. Oxygen produced as a result the photosynthesis is also released through this pores. അപ്പോൾ എന്താ വെച്ചാൽ ഓക്സിജനെ പുറത്തോട്ട് വിടുന്നതും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നതും ഒക്കെ ഏത് വഴിയാണ്? നമ്മുടെ സ്റ്റൊമാറ്റോ വഴിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡേയും നൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേയിൽ നോക്കിക്കേ എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് എടുക്കുന്നു. ഇവിടെ നൈറ്റിൽ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരുന്നു. ഒക്കെണ്ടോ? ഡേയിൽ ഇവർ ആരാ പുറത്തോട്ട് വിടുന്നത്? ഓക്സിജനെ പുറത്തോട്ട് വിടുന്നു. ഇവിടെ നൈറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിജനെ അകത്തോട്ട് വലിക്കുന്നു. ഇതാണ് അതിന്റെ മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ഹോസ്റ്റ് ആൻഡ് എന്താണ്? ഗസ്റ്റ്. ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്. എല്ലാ പ്ലാന്റ്സും ഫുഡ് മേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം അല്ലേ. ഐ ആം മാംഗോ ട്രീ. ഐ മൈ സെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കും. ആരാ പറഞ്ഞത്? മാംഗോ ട്രീ പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത്? ഐ ആം ലോറന്തസ്. ലോറന്തസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇത്തിൽ കണ്ണിയാണ് കേട്ടോ. ഇത്തിൽ കണ്ണിയാണ്. ഇത്തിൽ കണ്ണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇത്തിൽ കണ്ണിയാണ് കേട്ടോ. ഇത്തിൽ കണ്ണി ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ് ബട്ട് ഐ അബ്സോർവ് ദ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. അപ്പോൾ അവൻ ഏത് പ്ലാന്റിനാണോ ഉള്ളത് അവരെടുത്തുനിന്ന് അവർ എന്ത് വലിച്ചെടുക്കും? അവർക്ക് ആവശ്യമുള്ള വാട്ടറും മിനറൽസും വലിച്ചെടുക്കും. ഐ ആം വാണ്ട മൈ സെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് പ്ലേസ് ടു ഗ്രോ. അപ്പോൾ ഇവനെന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടായിക്കോളും. വാണ്ടാന്ന് വെച്ചാൽ മരവാഴയാണ് കേട്ടോടാ. മരവാഴയാണ്. അപ്പോൾ ആവശ്യമായ ഫുഡ് ഇവൻ ഉണ്ടാക്കും, പക്ഷെ ഇവൻ എവിടെയെങ്കിലും ജീവിക്കാൻ സ്ഥലം വേണം. അടുത്തെന്താണ്? ഐ ആം കസ്കട്ട. കസ്കട്ട എന്ന് വെച്ചാൽ ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കൂല അല്ലേ, ഭയങ്കര മടിയനാ. ഐ അബ്സോർവ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദീസ് പ്ലാന്റ്സ്. അപ്പം ഞാൻ ന്യൂട്രിയൻസ് എന്ത് ചെയ്യും? എനിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഞാൻ ആരെങ്കിലും കയ്യിൽ നിന്ന്, ഞാൻ എവിടെയാണോ പറ്റി പിടിച്ച് നിൽക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ വാങ്ങിയെടുക്കും. യു ഹാവ് ഒബ്സർവ് ദ
conversation among the mango tree, Loranthus, Cascada, and Vanda. Have not you what which of these plants prepare their own food? These plants get the sunlight and carbon dioxide needed the photosynthesis in same way. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് സൺലൈറ്റ് കിട്ടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു ഒക്കെ ഒരേപോലെ തന്നെയാണ്. ബട്ട് ഹൗ ഡു യു ദേ ഗെറ്റ് വാട്ടർ? ഇവർക്കെല്ലാം വാട്ടർ കിട്ടുന്നത് ഒരേപോലെയാണോ? വേർ ഡസ് ദ മാംഗോ ട്രീ ഗെറ്റ് ദ വാട്ടർ ഫ്രം? അപ്പോൾ ഈ മാംഗോ ട്രീക്ക് വാട്ടർ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? മണ്ണിൽ നിന്നായിരിക്കും അല്ലെ, അല്ലെങ്കിൽ സോയിൽ നിന്ന് ആയിരിക്കും. ഹൗ അബൌട്ട് വാണ്ട ആൻഡ് ലൊറാന്തസ്? വാണ്ടയ്ക്കും ലൊറാന്തസും എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? ഒബ്സർവ് ദ പിക്ചർ ദ വാണ്ട. അപ്പോൾ പിക്ചർ ഒന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഡു നോട്ട് യു സീ 2 ടൈപ്പ് ഓഫ് റൂട്ട്? എടാ ഇങ്ങോട്ട് നോക്കിക്കേടാ, ഇവിടെ എത്ര ടൈപ്പ് റൂട്ട് ഉണ്ട്? 2 ടൈപ്പ് റൂട്ട്. റൂട്ട് എന്ന് വെച്ചാൽ വേര് കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് റൂട്ട്? അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 റൂട്ട് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ സ്മോളും രണ്ടാമത്തെ തിക്ക് റൂട്ടുമാണ് കേട്ടോ. സ്മോൾ റൂട്ട് ഗ്രോ ക്ലിഞ്ചിങ് ഓൺ ടു ദ ട്രീ. ക്ലിഞ്ചിങ് എന്ന് വെച്ചാൽ പറ്റി പിടിക്കുക എന്നാണ് മലയാളത്തിൽ പറയുക കേട്ടോ. പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് അടുത്ത തിക്ക് റൂട്ട് എന്തിനാന്ന് വെച്ചാൽ അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. പഠിച്ചു വെക്കണേ. എന്താണ് അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ എന്താണ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഹോസ്റ്റ് പ്ലാന്റിനെ, ഏതെങ്കിലും ഒരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് എപ്പി ഫൈറ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്ത് ഫൈറ്റ് എന്നാണ് വിളിക്കുന്നത്? എപ്പി ഫൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ഓർക്കിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മുടെ 2 ടൈപ്പ് റൂട്ടാണുള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? സ്മോൾ റൂട്ടും മറ്റേത് അടുത്ത ഏതാണ്? തിക്ക് റൂട്ടുമാണ് കേട്ടോ. സ്മോൾ റൂട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? വേണ്ട ഗ്രോ ബൈ ദ ക്ലിഞ്ചിങ് ഇൻ ടു ദ ട്രീ. രണ്ടാമത്തെ എന്താണ്? തിക്ക് റൂട്ട് എന്താണ്? അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ കേട്ടോ. ഇത് നമ്മൾ വിളിക്കുന്നതാണ് എപ്പി ഫൈറ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോടാ, അടുത്ത ആരെ കുറിച്ചാണ് പറയുന്നത്? ലൊറാന്തസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ഇതിന്റെ റൂട്ട് എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്? നോക്കിക്കേ, മരത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നേക്കുന്നത് അല്ലെ, ലൊറാന്തസിന്റെ റൂട്ട്. ലൊറാന്തസ് മേക്ക് ഇൻ ടു ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ദെയർഫോർ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസ് ആർ കോൾഡ് സെമി പാരഡൈസ്. എന്താണ്? സെമി പാരഡൈസ് ആണ് കേട്ടോ. ലൊറാന്തസ് മേക്ക് ഈസ് ഓൺ ഫുഡ് അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പം ഇവര് ഏത് പ്ലാന്റിലാണോ സഹായിച്ചത്, അല്ലെങ്കിൽ ഏത് പ്ലാന്റിലാണോ ഇവർ പറ്റി പിടിച്ചിരിക്കുന്നത്, ആ പ്ലാന്റിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള വാട്ടറും മിനറലും ഇവർ എന്ത് ചെയ്തെടുക്കും? അബ്സോർവ് ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെമി പാരഡൈസ് എന്ന് പറയുന്നത് കേട്ടോ. എന്ത് പാരഡൈസ് എന്ന് പറയുന്നത്? സെമി പാരഡൈസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആരാ കൊടുത്തേക്കുന്നത്? കസ്കട്ടേനാണ് കൊടുത്തേക്കുന്നത് അല്ലെ. മൂടില്ലാത്ത ആളി എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. കസ്കട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട് ദാറ്റ് ക്യാൻ ബി അബ്സോർവ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ദേ ആർ കോൾഡ് ടോട്ടൽ പാരഡൈസ്. അപ്പൊ ഇവരെന്താ വെച്ചാൽ ഇവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയേ ഇവർക്കില്ല. ഇവർ ഏത് പ്ലാന്റിനെയാണോ ആശ്രയിച്ച് നിൽക്കുന്നത് അവരെടുത്തുനിന്ന് ഇവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും അതേപോലെ വാട്ടറും ഒക്കെ ഇവരെന്ത് ചെയ്യും? അബ്സോർവ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവർ നമ്മൾ വിളിക്കുന്നതാണ് ടോട്ടൽ പാരഡൈസ് എന്നാണ് വിളിക്കുന്നത്. ടോട്ടൽ എന്ന് വിളിക്കാൻ കാരണം ഇവർ ഫുഡ് ഉണ്ടാക്കുന്നതേ ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് വിളിച്ചത്? ഇവർ നമ്മൾ എന്താ വിളിച്ചത്? നമ്മുടെ ലൊറാന്തസിന് നമ്മൾ എന്താ വിളിച്ചത്? സെമിയാണ്. സെമി എന്ന് വിളിക്കാൻ കാരണം ഇവരെന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, വാട്ടറും മിനറൽസും മാത്രം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് സെമി എന്നും അതേപോലെ മറ്റേത് നമ്മൾ വിളിക്കുന്നത് സെമി, മറ്റേത് ടോട്ടൽ പാരസൈറ്റ് എന്നും വിളിക്കാൻ കാരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് പിക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കുറേ എന്ത് കൊടുത്തിട്ടുണ്ട്? ആനിമൽസിനെ കൊടുത്തിട്ടുണ്ട്. സ്കോളുണ്ട്, ഫോക്സ് ഉണ്ട്, പിന്നെ ആരാണ്? റാബിറ്റ്, അങ്ങനെ കുറേ പേര് ബേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ, കുറേ പേരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ കാര്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എന്താണ്? ഓൾ ലിവിങ് ബീയിങ്സ് ഇൻ ദ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ദ ഈച്ച് അതർ ടു സർവൈവ്. ഏതൊരു ജീവിക്ക് ജീവിക്കണമെങ്കിലും എന്താണ്? മറ്റൊരാളെ ആശ്രയിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. പറ്റുമോടാ? അപ്പൊ എല്ലാവരും എന്താണ്? ഡിപ്പെൻഡഡ് ആണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ബാക്കി മിസ് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ വിലയിരുത്താം, ലെറ്റേഴ്സ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യണം? ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് അറിയിക്കുകയും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.